Hi, I am Sally. Welcome to Nano Gardens, Sally's World. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് യുണീക്കായിട്ടുള്ള വളരെ ഭംഗിയുള്ള സാധാരണയിൽ നിന്ന് വ്യത്യാസമുണ്ട്. യുണീക്കാണിത്. ഈ ചെടിയെയാണ്. ഇതാണ് റൂസെല്ലിയ ഇക്വിസെറ്റിഫോമിസ് അല്ലെങ്കിൽ ഫയർ ക്രാക്കർ പ്ലാന്റ്. ഇതിന് വേറെയും പേരുണ്ട്. കോറൽ ഫൗണ്ടൻ, ഫയർ ബുഷ് എന്നും ഈ ചെടിക്ക് പേരുണ്ട്. ധാരാളം പേരുകളുള്ള ഈ ചെടിയുടെ ജന്മദേശം മെക്സിക്കോയും സെൻട്രൽ അമേരിക്കയാണ്. ഇനി നമുക്ക് ചെടിയെ പരിചയപ്പെടാം. നോക്കിക്കേ, ധാരാളം സ്ലെൻഡറായിട്ടുള്ള കുത്തനെയുള്ള ധാരാളം കമ്പുകളുണ്ട്. ഇത് കണ്ടോ, ഈ കമ്പുകൾ ഇപ്പം താഴേക്ക് തൂങ്ങിക്കിടക്കുകയാണ്. കാരണം ഈ ഇലകളുടെ എല്ലാം പാരം കൊണ്ട്. ഏകദേശം 3 മുതൽ 5 അടി വരെ ഉയരം വെക്കുന്ന ഒരു ചെടിയാണിത്. ഇത് കണ്ടോ, നോക്കിയേ, നിലമൊക്കെ മുട്ടി വീണ്ടും താഴേക്ക് കിടക്കണം. കോല് കുത്തി അല്ലെങ്കിൽ മുകളിലേക്ക് കയറ്റി കൊടുക്കണം. ഇത് തൂങ്ങിക്കിടക്കുന്നത് കാണാനും നല്ല ഭംഗിയല്ലേ. ചില സമയങ്ങളിൽ നിറച്ച് പൂക്കളുണ്ടാവും. വേണ്ട, ഉയരം പോലെ തന്നെ വശങ്ങളിലേക്ക് നല്ലവണ്ണം സ്പ്രെഡ് ചെയ്യുന്ന ചെടിയാണ്. ഇതിപ്പോൾ ഒരു ചട്ടിയിലായതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. എങ്കിൽ പോലും കണ്ടോ, ഇതിങ്ങോട്ട് വന്ന ഈ ഭാഗത്തും ഇവിടെ നോക്കിക്കേ, ഇങ്ങോട്ടും എല്ലാം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ലവണ്ണം സ്പ്രെഡ് ചെയ്യുന്ന, അപ്പം നല്ല സ്ഥലമുള്ളിടത്താണെങ്കിൽ ഒരു ഫയർ ബുഷ്, അതായത് ഒരു തീജ്വാല പോലെ മുഴുവൻ പൂക്കളും വിരിഞ്ഞു നിൽക്കുമ്പോൾ ഇത് കാണപ്പെടും. ഇനി ഇതിൻ്റെ പൂക്കളെ നോക്കാം. എവിടെയാണ് ഈ പൂക്കൾ ഉണ്ടാകുന്നത്? ഈ ശാഖ, ഓരോ കമ്പും എടുത്തു നോക്കിയാൽ അതിൽ ചുറ്റിയുള്ള ഇലകളെ കാണാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഇതിന് ചുറ്റി ഇതൊരു ഒരടുക്ക്, രണ്ടാമത്തെ അടുക്ക്, മൂന്നാമത്തെ അടുക്ക്. ഇനി ഇലകളോ വളരെ നാരോ ആണ്, നേർത്ത ഇലകളാണെന്ന് പോലും നമുക്ക് സംശയം തോന്നുന്ന തരത്തിലുള്ള കൊച്ചു ഇലകൾ. ഇനി ഓരോ ശാഖയുടെയും അഗ്രങ്ങളിലേക്ക് വരുമ്പോഴേക്കും ഇത് കണ്ട പൂക്കൾ, ഓരോ ശാഖയുടെയും അഗ്രങ്ങളിൽ പൂക്കൾ. അപ്പോൾ കുറേ പൂക്കൾ കൊഴിഞ്ഞ ഒരു സമയമാണ്. അപ്പോഴാണ് ഇതെടുക്കാൻ സാധിച്ചത്. ഓരോ കമ്പിൻ്റെയും അഗ്രഭാഗത്ത് പൂക്കളുണ്ട്. ഈ പൂക്കൾ നോക്കിക്കേ, ട്യൂബുലാറാണ്. ട്യൂബ് പോലെയല്ലേ കാണപ്പെടുന്നത്. അതിൻ്റെ ഉൾഭാഗത്ത് ഒരു ഇളം ക്രീം കളറുമായിട്ട് ട്യൂബുലറായിട്ടുള്ള ചുവന്ന പുഷ്പങ്ങൾ. ഇതിന് കായ്കളുണ്ടാകും. വളരെ ചെറിയ അരികളാണ് ഇതിൻ്റെ. നമ്മൾ പക്ഷേ ഈ അരികളൊന്നും ശേഖരിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രൊപ്പഗേഷൻ കട്ടിങ്ങിലൂടെ വളരെ എളുപ്പത്തിൽ നടക്കും. ഇതങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. മുകളിലേക്കുള്ള കമ്പുകൾ നമ്മൾ എന്തെങ്കിലും ഒരു താങ്ങ് കൊടുത്ത് മേലോട്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഉയരത്തിലേക്ക് വളർത്താനും സാധിക്കും. ഇനി ഈ ചെടിയുടെ പരിപാലന രീതി എങ്ങനെയാണെന്ന് നോക്കാം. ഇത് സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. നല്ല വെയിലിലും വളരും, വെയിൽ കുറഞ്ഞാലും ഇത് വളരും. പക്ഷെ ധാരാളം പൂക്കൾ വേണമെങ്കിൽ നല്ലവണ്ണം വെയിൽ കിട്ടും. അപ്പം വെയിലത്ത് വെക്കാവുന്ന
സമ്മർ സമയത്ത് ധാരാളം പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് റൊസേലിയ. വെയിൽ നല്ലവണ്ണം വേണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വെള്ളവും നല്ലവണ്ണം വേണം. വേനൽക്കാലത്ത് എല്ലാ ദിവസവും നനയ്ക്കുന്നത് നല്ലതാണ്. ഇനി ഇതിൻ്റെ വളപ്രയോഗം ഒരു ഹെവി ഫീഡർ ഒന്നുമല്ല, എന്നാൽ വളം കൊടുക്കുന്നതിനനുസരിച്ച് ധാരാളം പൂക്കൾ തരും. ചാണകപ്പൊടിയോ മണ്ണിര കമ്പോസ്റ്റോ പോലുള്ള ഏതെങ്കിലും ജൈവവളങ്ങൾ മാസത്തിലൊരിക്കൽ ഇട്ടുകൊടുത്താൽ മതി. വെള്ളവും വളവും സൂര്യപ്രകാശവും നല്ലവണ്ണം കിട്ടിയാൽ ധാരാളം പൂക്കൾ തരുന്ന ചെടിയാണ് ഈ റോസലിയ. ഇനി ഇതിന് പെസ്റ്റുകൾ അങ്ങനെ കാണുന്നില്ല, എന്നാൽ കമ്പുകൾ ഉണങ്ങും. അതാണ് ഇതിന് കാണുന്ന ഒരു പ്രത്യേകത. എഫിഡുകളും മിലിബഗുകളും ഒക്കെ ഉണ്ടെന്ന് പറയുന്നെങ്കിലും ഇവിടെ അത് കണ്ടിട്ടില്ല. നീരൂറ്റിക്കുടിക്കുന്ന ഏതെങ്കിലും ജീവികളാണോ എന്ന് അറിയില്ല. ഒരു ജീവിയും കാണുന്നില്ല. അതെയോ കൂടുതൽ സൂര്യപ്രകാശം തട്ടിയിട്ടാണോന്നറിയില്ല. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഉണങ്ങി വരും. അതൊരു തകരാറായിട്ട് അത് കാണുന്നു. മറ്റു തകരാറുകളൊന്നും ഈ ചെടിക്ക് കാണുന്നില്ല. പ്രത്യേകതകളുള്ള ചെറിയ ഇലകളാണ് ഇവയ്ക്കുള്ളത്. ഇലകൾ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഈ ശാഖകളാണ്, തണ്ടുകൾ. കണ്ടില്ലേ? അപ്പോൾ ചെറിയ ചെറിയ ഇലകളും ശാഖകളും ശാഖകളിൽ പൂക്കളും ആയിട്ടുള്ള ഈ ചെടി നല്ല ഭംഗിയാണ് കാണാൻ. ഈ ചെടിക്ക് അധികം പ്രൂണിങ് ആവശ്യമില്ല. അപ്പോൾ ഇത് പ്രൂൺ ചെയ്യണമെങ്കിൽ ഇവിടെയൊക്കെ വെച്ച് വെട്ടണം. ഇതേപോലെ ഉണങ്ങിയ ശാഖകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതൊക്കെ മുറിച്ച് കളയുക. വല്ലാണ്ട് അങ്ങോട്ട് നീളം കൂടി ഇതൊക്കെ ഇപ്പം നിലത്ത് മുട്ടിയല്ലേ, വേണമെങ്കിൽ നമുക്ക് ഇതിവിടെയൊക്കെ വെച്ചങ്ങോട്ട് മുറിക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ മേലേക്ക് കയറ്റിയിട്ടേക്കുന്ന കാരണം മുറിച്ചില്ല എന്ന് മാത്രം. അങ്ങനെ അധികമായിട്ട് വൃത്തികേടുണ്ടെങ്കിൽ മാത്രം പ്രൂൺ ചെയ്താൽ മതി, അല്ലെങ്കിൽ അതങ്ങനെ തൂങ്ങിക്കിടക്കും. ഇനി ഇത് ഭിത്തികളുടെ മുകളിൽ നിന്ന് ചെറിയ പാത്രങ്ങളിൽ വെച്ചാലും നല്ലതാണ്. അടുപ്പിച്ചടുപ്പിച്ച് വെച്ചാൽ തൂങ്ങിക്കിടക്കുന്ന ഈ പൂക്കൾ നല്ല ഭംഗിയായിട്ടിരിക്കും. അടുത്തതായിട്ട് പ്രൊപ്പഗേഷൻ എങ്ങനെയാണ്? പ്രൊപ്പഗേഷൻ പല രീതിയിലുണ്ട്. ഇത് കണ്ട ക്യാപ്സ്യൂളുകൾ പോലെ കാണപ്പെടുന്ന ഈ കുഞ്ഞൻ തരികൾ കണ്ടില്ലേ? ഇതൊക്കെ ഇതിൻ്റെ വിത്തുകളാണ്. ഈ ക്യാപ്സ്യൂളുകൾക്കുള്ളിലുള്ള വിത്ത് ശേഖരിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഉണ്ട്, വളരെ ചെറിയ വിത്തുകളാണ്. ഈ ക്യാപ്സ്യൂളുകൾക്കുള്ളിൽ വിത്തുകളുണ്ട്. അപ്പോൾ ഈ വിത്തുകൾ ശേഖരിച്ച് വേണമെങ്കിൽ നമുക്ക് തൈച്ചെടികളെ ഉണ്ടാക്കാം. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാവുന്നത് കമ്പുകൾ മുറിച്ച് എന്നിട്ട് പുതിയ ചെടി ഉണ്ടാക്കാം. ഈ കമ്പാണ് മുറിക്കുന്നതെങ്കിൽ ഇവിടെയുള്ള കുറച്ച് ശാഖകളും ഇലകളുമൊക്കെ കളഞ്ഞ് ശേഷം വേണം ഇതിനെ നടാൻ വേണ്ടി. അപ്പോൾ ഈ പൂവ് നോക്കണ്ട, കുറച്ച് മേൽഭാഗവും വേണമെങ്കിൽ ഒന്നുകൂടെ കട്ട് ചെയ്ത് ഇതും ഒരു ചെടിയായിട്ട് നമുക്ക് വളർത്താൻ സാധിക്കും. ഇപ്പോൾ 2 കഷ്ണമായില്ലേ? ഒരു 4-5 ഇഞ്ച് നീളത്തിലുള്ള കഷ്ണങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഇത് വെറുതെ മണ്ണിലേക്ക് കുത്തിക്കൊടുത്താൽ മതി, നല്ലവണ്ണം വളർന്നു വരും. ഇങ്ങനെ മുറിച്ചെടുക്കുന്ന കഷ്ണങ്ങൾ പെട്ടെന്ന് തന്നെ മണ്ണിലേക്ക് കുത്തിക്കൊടുത്താൽ പുതിയ ചെടിയായി വളരും. ഇത് കണ്ടോ, ഇത് മണ്ണ്, മണൽ, ചാണകപ്പൊടി ഇതൊക്കെ ചേർന്ന മിശ്രിതമാണ്. ഇതേപോലെ നമുക്ക് കുത്തിക്കൊടുക്കാം.
കുത്തിക്കൊടുത്ത് വെള്ളവും നനച്ച് തണലിൽ വെച്ച് കഴിഞ്ഞാൽ ഇതവിടെ ഇരുന്ന് വളർന്നോളും. ഇതിപ്പം നനവുള്ള മണ്ണാണ്, അതുകൊണ്ടിപ്പം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഈ ചെടി പരക്കും എന്ന്. ഇത് കണ്ടോ, ഈ ചെടി ഇങ്ങോട്ട് വന്ന് ഈ ചട്ടിയിലേക്ക് വന്ന് ഇത് കണ്ട, എത്ര തൈച്ചെടികളാണ് വളർന്നു വന്നിരിക്കുന്നത് കണ്ടോ. ഇതിനെന്താ നമ്മൾ പറയുന്നത്? ലെയറിങ്. പ്രകൃതി തന്നെ ഒരുക്കുന്ന ലെയറിങ് ആണ്. കണ്ടോ, ഇതിപ്പോൾ ഒരു ചെടിയുണ്ട്. ഈ ശാഖ വന്ന് മുട്ടിയ സ്ഥലത്തു നിന്നാണ് പുതിയ തൈച്ചെടിയായി മാറുന്നത്. അപ്പം മണ്ണിൽ മുട്ടുന്നിടത്തുനിന്ന് പ്രകൃതിദത്തമായ ലെയറിങ് മൂലം ധാരാളം തൈച്ചെടികൾ ഉണ്ടാകും. അതാണ് ഒരു മണ്ണിൽ നട്ട് കഴിയുമ്പോഴേക്കും വശങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്ത് ഒരു കൂട്ടം ചെടികളായി ഫയർ ബുഷായിട്ട് കാണപ്പെടുന്നു. ഇത് തന്നെ ഇപ്പം 5-8 ചെടികളാണ്. ഇതുണ്ട, ഈ ചട്ടിയിൽ നോക്കിക്കേ. അതാണ് ഞാൻ ഈ ചട്ടി മാറ്റാത്തത്. ഇത് കണ്ട, ഇതൊരു ചെടിയാണ്. ഇതൊരു പക്ഷേ വിത്ത് വീണിട്ടാകാം, പക്ഷേ മറ്റേത് നമ്മൾ കണ്ടില്ലേ ശാഖയിൽ നിന്നാണെന്ന്. ഇതാ, ഇനി നോക്കിക്കേ, മണ്ണൊന്നുമില്ലാത്തടത്ത് പോലും ഈ ശാഖകൾ പോയിട്ട് കണ്ട, അവിടെ അവർ വേരുകളുണ്ടാക്കും. ഇത് നോക്കിക്കേ, ഇത് കണ്ട. അപ്പം വളരെ പെട്ടെന്ന് സ്വമേധയാ ശാഖകൾ മണ്ണുമായി തൊടുന്ന ഭാഗത്തു നിന്ന് തൈച്ചെടികൾ ഉണ്ടാക്കാനുള്ള കഴിവും ഈ ഫയർ ബുഷിനുണ്ട്. അപ്പം നിങ്ങളുടെ വീട്ടിലൊരു ഫയർ ബുഷ് ഉണ്ടെങ്കിൽ, കൂടുതൽ തൈച്ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ വശങ്ങളിലേക്ക് ഈ ശാഖകളെ വെച്ച് കുറച്ച് മണ്ണ് അതിൻ്റെ മേലെ ഇട്ട് കൊടുത്താൽ ഇതേപോലെ ധാരാളം തൈച്ചെടികൾ നിങ്ങൾക്ക് കിട്ടും. കണ്ടോ, ഈ തൈച്ചെടിയിലൊക്കെ പൂക്കൾ വന്നു കഴിഞ്ഞു. ഇതിൽ വന്നു, ഇതിൽ വന്നു. ലെയറിങ് മൂലവും പ്രൊപ്പഗേഷൻ നടക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇന്നിപ്പോൾ റെഡ് മാത്രമല്ല, ക്രീമും അതേപോലെ തന്നെ പിങ്കും കളറുള്ള ഹൈബ്രിഡ് വെറൈറ്റികളും ഇറങ്ങിയിട്ടുണ്ട്. വളരെ ഭംഗിയുള്ള, എളുപ്പം വളർത്താവുന്ന ഈ ഫയർ ബുഷിനെ അല്ലെങ്കിൽ ഫയർ ക്രാക്കർ പ്ലാന്റിനെ അല്ലെങ്കിൽ റൂസല്ലിയെ നിങ്ങളുടെ വീട്ടിലും ഒന്ന് നട്ടു വളർത്തുക. ധാരാളം പൂക്കൾ തരുന്ന നല്ല ഒരു ചെടിയാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. Thank you for watching.